ഒരുപാട് എനർജി ഡ്രിങ്ക്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതുപോലെ പ്രോട്ടീൻ ഇൻടേക്സ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഇതെടുക്കുമ്പോൾ? നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കാണാറുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർ പ്രോട്ടീൻസ് ആൻഡ് ക്രിയാറ്റിൻ ഒക്കെ എടുക്കുന്നവർ കാണാറുണ്ട്. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്നത് കൊണ്ട് ദോഷമല്ല, പക്ഷെ വളരെ നല്ല സോഴ്സ് ആയിരിക്കുക. നമ്മൾ പലതുണ്ട്. നമുക്കിപ്പം പ്ലാന്റ് പ്രോട്ടീൻസ് ഉണ്ട്, വേ പ്രോട്ടീൻ എന്ന് പറയും, നമ്മൾ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ്. അപ്പം എപ്പോഴും നമ്മൾ റെക്കമെൻഡേഷൻ ടു ടേക്ക് ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ആണ് നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുക. കുറച്ചുകൂടെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ റിക്വയർമെന്റ് 35+ ഇയേഴ്സിലേ നമുക്ക് ആവശ്യമാണ്. സാർക്കോപീനിയ എന്ന് പറയും, മസിൽസിന്റെ സൈസ് അല്ലെങ്കിൽ നമ്പേഴ്സ് കുറഞ്ഞു തുടങ്ങും. സാർക്കോപീനിയ 35 ഇയേഴ്സിലേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയം മുതലേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കണം എന്നാണ് പുതിയ റെക്കമെൻഡേഷൻസ്. അപ്പം ആ സമയത്തെ പ്രോട്ടീൻസ് ഏതെങ്കിലും ഒരു വേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതർവൈസ് പ്രോട്ടീൻ ഡയറക്റ്റ്ലി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്, അതും യൂസ്ഫുൾ ആണ്. പിന്നെ ബാക്കി ന്യൂട്രിയൻസ് നമ്മൾ പ്രോട്ടീൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബാക്കി ന്യൂട്രിയൻസിനെ തഴയാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ആ ന്യൂട്രിയൻസിനെയും കൂടെ കൺസിഡർ ചെയ്യണം. ബാക്കിയുള്ള എലമെന്റ്സും കിട്ടുന്ന രീതിയിലും കൂടെ ഡയറ്റ് ഒന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഡെഫിഷ്യൻസി വരാതെ നോക്കാം.